ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടാണ് ഈ പടി കയറി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചിക്കുട്ടനെ മൊട്ടയടിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ മുടി കളയുന്നത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഈ മാസത്തിലായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ ഒഴിക്കാൻ അവന് നിറയെ മുടിയുണ്ട് കേട്ടോ തലയിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുടി കെട്ടി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുടി കളയുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞ വഴിക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഞങ്ങളുടെ വീട് ഏകദേശം പട്ടാമ്പി ആയിട്ടാണ്. പട്ടാമ്പി നിയർ ബൈ ലൊക്കേഷനിലാണ് വരുന്നത്. നമുക്കറിയാവുന്ന ഏക സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇത്. പിണ്ടാലിക്കുന്ന് അല്ലെങ്കിൽ കൊട്ടക്കമഴ്ത്തി കൊട്ടക്കുന്ന് എന്നൊക്കെയാണ് പറയുന്നത്. മലബാർ പഴനി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഴനിയിലത്തെ പോലെ തന്നെയാണ്. നിറയെ സ്റ്റെപ്പ് ഉണ്ട്. ചുറ്റും നല്ല കാടാണ്. പഴനിയിൽ കാടല്ല, പക്ഷേ ഇവിടെ ചുറ്റും കാടാണ്. ഇത്രയല്ല കേട്ടോ, ഇതിനേക്കാൾ കൂടുതൽ കാട് പിടിച്ചിട്ടാണ് കിടന്നിരുന്നത്. നല്ല പച്ചപ്പായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ഷഷ്ടിക്കൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. എല്ലാ കൊല്ലം ഷഷ്ടിക്ക് വരുമായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഷഷ്ടിക്കൊന്നും വരാറില്ല. വളരെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ അമ്പലത്തിലേക്കൊന്നും ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് കയറണം. പിന്നെ അമ്പലം കുറച്ച് ഉള്ളിലോട്ടാണ്. അങ്ങനെ നമ്മൾ തൊഴാനൊന്നും നിന്നില്ല. നേരെ നമ്മൾ മുടി മൊട്ടയടിച്ചിട്ടാണ് തൊഴുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ മുടി മൊട്ടയടിക്കാനാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻറ്റ് വാലിയിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ, ഒരു ചീവീടിൻ്റെ കീ എന്നുള്ള സൗണ്ടും അതുപോലത്തെ സൗണ്ടുകളും മയിലിൻ്റെയും കുയിലിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അത്രയ്ക്ക് കാടാണ്. കാരണം കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മളിതേ കുട്ടിയുടെ മുടി വെട്ടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവൻ നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവന് ഇത്രയും കാലം നല്ല മുടിയാണ് അവൻ്റെ. നല്ല എണ്ണ മയിലി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു തരം കറുത്ത മുടിയാണ് കണ്ടോ. നീളത്തിലാണ് അവൻ്റെ മുടി. ഇതുവരെ മുറിച്ചിട്ടില്ല, നീളത്തിലുള്ള മുടിയാണ്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ മൊട്ടയടിച്ചു. ഇതിന്ന് കാവടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുടി മൊട്ടയടിച്ചു കഴിഞ്ഞാൽ കാവടി എടുക്കണം നിർബന്ധമാണ്. അപ്പോൾ എത്രയോ പ്രദക്ഷിണം വെക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രദക്ഷിണമൊക്കെ വെച്ചു. പക്ഷേ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല കേട്ടോ, എത്ര പ്രദക്ഷിണമാണ് വെക്കാൻ പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്നും വരല എന്തായാലും നടക്കില്ല. കാരണം ഇത്രയും സ്റ്റെപ്പ് കയറണം എന്ന് വെച്ച് ഡെയിലി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നാണ്, ഞങ്ങൾ കോഴിക്കോടാണ് സെറ്റിലായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ കോഴിക്കോടുള്ള ആൾക്കാരോടൊക്കെ പറയണം നമ്മൾ അമ്പലത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കോടുള്ള ആൾക്കാരോടല്ല എല്ലാവരോടും പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ. അങ്ങനെ പഴനി പോകാൻ പറ്റാത്തവർക്ക് പഴനിയിൽ ചെയ്യേണ്ടത് പഴനിയിൽ തന്നെ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ചെയ്യാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യാം. അല്ലെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ ഒക്കെ വരാൻ പറ്റും. ഏറ്റവും കുറച്ച് സ്റ്റെപ്പ് കയറണം എന്നേ ഉള്ളൂ. ശരിക്കും പഴനി പോലെ തന്നെയാണ്. അപ്പോൾ